மழடா மழடா அட மழடா அழகா சிரிச்சா புயல் மழடா. ഇതാണ് തമിഴ് പാട്ടിന് സംഗതി വളരെ കുറവാണ്. നമുക്ക് മലയാളത്തിൽ പിടിക്കാം. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. ഇപ്പൊ ഒരു കടുങ്കാപ്പി ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല മപ്പായിരിക്കും. ക്ലാരൻ്റെ അടുത്ത് പറഞ്ഞാലോ? വേണ്ട, അവള് മൊന്ത പോയ കലിപ്പില മോന്തക്കിട്ടായിരിക്കും വീക്കുക. നമുക്ക് പാട്ട് പിടിച്ച് പാട്ട് തന്നെ പിടിക്കാം. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ഇലതുണ്ട് മണ്ണിൻ മനസ്സിൽ. ഈ വിക്ക് കാരണം മനുഷ്യന് ഒന്നുമാണ് ശരിയാവാത്തത്. ഇവിടെ നല്ല മഴയാണ് കുട്ട. എന്ത് കണ്ടാലും കോപ്പി അടിച്ചോണം. എന്ത് ഒന്നുമില്ല. എന്നെ മഴയല്ലടാ. ആണല്ലേ? മഴയൊന്ന് മാറുമായിരുന്നു, വല്ല പണിക്കും പോകുമായിരുന്നു. നിന്നോട് ഞാൻ ഇത് പറയാനിരിക്കുവായിരുന്നു. ഈ മഴ ഒന്ന് മാറിയിട്ട് വേണം നിന്നെ പണിക്ക് വിടാൻ. അപ്പൊ നിനക്ക് പണിക്ക് പോകാൻ കഴിയല്ലേ? ഞാൻ പണിക്കൊന്നും പോകത്തില്ല. അതെനിക്കറിയാം. എന്നാലും ഇനി പണിക്ക് പോയാൽ പറ്റത്തുള്ളൂ. ഈ മാസത്തെ വാടക നിനക്ക് ഇപ്പോഴും അതാണ് പ്രധാനം. എടാ, ഈ മാസത്തെ വാടക കൊടുത്തിട്ടില്ല. പിന്നെ മറ്റേ കടയിലെ ആ പെണ്ണുമ്പോഴെല്ലാം കേട്ട് കഴിഞ്ഞാൽ ചുമ്മാ ആലോചിച്ചിട്ട് ഓരോന്നും ബുദ്ധി പറഞ്ഞു കൊടുക്കല്ലേ. അപ്പൊ വഴി ഉണ്ടാക്കാം. എന്ത് വഴി ഉണ്ടാക്കും നീ? ആ മൊന്ത അയാൾ അടിച്ചോണ്ട് പോയില്ലായിരുന്നെങ്കിൽ അതായിരുന്നു എന്റെ അടുത്ത മാസത്തെ റെന്റ്. ഒരു മാസത്തെ റെന്റുള്ള വകുപ്പുണ്ട്? പിന്നെ 2-3 മാസം സുഖമായിട്ട് പോയനെ. അയാള് തന്നെ തലക്ക് ഇതുള്ളവനാ. ഈ പുള്ളി ഈ കാശൊക്കെ എന്നാ കാണിക്കുന്നത്? എനിക്കറിയത്തില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് ഇവിടുത്തെ ഇന്റീരിയറിന്റെ പെയിന്റ് ഒക്കെ അങ്ങ് അടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാലോ? ഒരു മാസത്തെ വാടക അങ്ങനെ ഒപ്പിക്കാലോ? നിനക്ക് അതിന് പെയിന്റ് അടിക്കാൻ അറിയോ? എടാ, ഒരു മനുഷ്യന്റെ കാര്യം അങ്ങനെ ഒരാൾക്ക് പ്രവചിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ നിന്റെ കാര്യത്തിൽ അത് അൺപ്രഡിക്റ്റബിൾ ആണടാ ജീവ. നീ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? എടാ നമ്മള് സുഹൃത്തുക്കളല്ലേ എന്ന് വെച്ച് ഇങ്ങനെ ഇംഗ്ലീഷിൽ തെറി പറയേണ്ട കാര്യമുണ്ടോ? എടാ നീ ചുമ്മാ എടാ അൺപ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞാൽ തെറിയല്ല. എടാ, കൈവിട്ടായതും വാവിട്ട വാക്കും ഒരിക്കലും തിരിച്ചെടുക്കാനാവില്ല. മനസ്സിലാക്ക്. മര്യാദക്ക് നീ അഭിനയിക്കുന്നില്ല. നീ എങ്ങനെ രക്ഷപ്പെടാനാ? പിന്നെ അൺപ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞാൽ ജിയോ പോലെ. എന്നാ പൊക്കോ. ഞാൻ പോണില്ല. പോടാ. അൺപ്രഡിക്റ്റബിൾ അർത്ഥം അറിയത്തില്ല. പോയി ഗൂഗിൾ നോക്ക്. ഹായ്, എന്തൊരു കാവ്യാത്മകമായ അന്തരീക്ഷം. എന്ത് രസമല്ലേ ഈ മഴ ഇങ്ങനെ തിമിർത്ത് പെയ്യുന്നത് കാണാൻ. പക്ഷെ ആ ശബ്ദം തന്നെ കേൾക്കുമ്പോണ്ടല്ലോ ഒരു 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 സംഗീതം പോലെ ഉണ്ടല്ലേ ആന്റി? എന്താ ഉദ്ദേശം? അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ, ഈ കവികളൊക്കെ മഴയെ ഇങ്ങനെ പ്രണയിനിയോടും കാമുകിയോടൊക്കെ ഉപമിച്ചത് വെറുതെ അല്ല. എന്തൊരു ഫീലാണ് മഴയ്ക്ക്. തിന്നോണ്ടും കുടിച്ചോണ്ടും വെറുതെ ടിവിയും കണ്ടോണ്ടിരിക്കുന്നവന്മാർക്ക് അങ്ങനെ കാലുമേ കാലും കയറ്റി ഇരുന്ന് വായി തോന്നുന്നത് എന്തും വിളിച്ചു പറയാം. പക്ഷെ കിടപ്പാടമില്ലാത്തതിനെ മഴയൊന്നും ഒരു ഭീകര സത്വം തന്നെയാ. എന്തിന്റെ എഗ്ഗാണ് നിങ്ങള്? പുറത്ത് മഴ ഇത്രയും തിമിർത്ത് നൃത്തം വെക്കുമ്പോഴും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ അടിതൊട്ട് മുടിവരെ ചൂടാവാൻ പറ്റുന്നേ? അയ്യേ, ഇത് പറയാനാണ് ഇങ്ങോട്ടിപ്പോ വന്നത്? ഞാൻ ഇത് പറയാനൊന്നും അല്ല വന്നത്. ഒരു ചോദ്യം ചോദിക്കാൻ വന്നതാ. എന്താ ചോദ്യം? അതെ, ഈ മഴയത്ത് പാട്ട് പാടുന്ന ആരാന്നറിയാം? ഓ, അതാർക്കാ ഇപ്പൊ അറിയാൻ മേലാത്തത്? തവള. ഇനി അതർ ഓപ്ഷൻ? തവള അല്ലെങ്കിൽ ജീവിട്. എന്റെ ആന്റി അട്ടഹസിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ ചോദിച്ചേ, കാവ്യാത്മകമായി പാട്ട് പാടുന്നതിനെ കുറിച്ചാ ഞാൻ ചോദിച്ചേ. എന്റെ കൊച്ചെ, ഈ പച്ചപ്പാതിരാത്രിക്ക് മഴയത്തിരുന്ന് പാടുന്ന ആര്? ഹംസ. പിന്നെ എന്ന് വെച്ചാ പാതിരാത്രിക്ക് ഇരുന്ന് പാട്ട് പാടാൻ ഹംസയ്ക്ക് തലയ്ക്ക് ഓളമല്ലേ? എന്റെ ആന്റി കേട്ടിട്ടില്ലേ? പാതിരാമഴയേതോ ഹംസഗീതം പാടി. കാണുന്നില്ല. ഓ, വർക്കിച്ചം കൊണ്ട് ഇവിടെ ഇരുന്ന മൊന്ത വർക്കിച്ചം കൊണ്ടുപോയത് നന്നായി. അല്ലെങ്കിൽ ആ മൊന്തയ്ക്ക് ഞാൻ തലക്കെറിഞ്ഞ് കൊന്നേനെ. ഹംസനെ കൊണ്ട് പാട്ട് പാടിക്കാൻ വന്നിരിക്കുന്നു. വെറുതെ അല്ല വർക്കിച്ച മൊന്ത എടുത്തോണ്ട് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടത്. ഈ താടകന്റെ കൂടെ ജീവിച്ച് മടുത്തിട്ടായിരിക്കും. എന്തുവാടി താടകയാ? ഓ, ഒന്നുമില്ലേ. വെള്ളം തിളക്കുന്നു. ഇളക്കിക്കോ കരിഞ്ഞു. അത് ഞാൻ ഇളക്കിക്കോളാം. ഇങ്ങോട്ട് ഇളക്കല്ലേ. അയ്യോടെ,
കുറെ നാളായിട്ട് ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞ നടപ്പുണ്ടായിരുന്നല്ലോ, എന്തിയാ സാധനം ഇറങ്ങിയിട്ടുണ്ടോ? എടാ അത് ഇറങ്ങണ്ടേ, എന്താ ഇറങ്ങാത്തേ? ഇപ്പോ ഇറങ്ങും, അവാർഡിനൊക്കെ കൊടുക്കേണ്ടതല്ലേ. ഉണ്ടംപുരി അങ്ങനെയൊക്കെ കുറെ നാളായിട്ട് അവൻ അഭിനയിക്കാൻ നടക്കുക. എടാ നീ എന്റെ അഭിനയം കണ്ടിട്ടില്ലല്ലോ. അയ്യോ എന്റെ പൊന്നോ, എനിക്ക് കാണണ്ട. എടാ ഞാൻ എന്റെ അഭിനയം ഞാൻ കാണിച്ചു തരും. നീ എന്തോ കാണിക്കുന്നേ? നീ ഇപ്പോഴത്തെ മെയിൻ നടൻ ഫഹദ് ഫാസിലില്ലേ, ഫഹദ് ഫാസിൽ ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ആരാ? ഫഹദ് ഫാസിൽ കാണിക്കും. ഒരു മണിമുത്തം നിൻ കവിളിൽ പതിഞ്ചുവോ. അച്ചടി കവിളി പതിഞ്ഞു വന്നോണ്ടല്ലോ ഫാസില്. അതിനടാ എന്ത് തേങ്ങയാടാ ഇത്? എന്തു സാധനം? ഇത് ഇവിടത്തെ പൂ ഇത്? അല്ലടാ നിങ്ങളുടെ വീട്ടില് ഇങ്ങനെ വിരിഞ്ഞു വരുന്ന പൂല്ലേ? ചുമ്മാ സമയം കളയാനായിട്ട് ഓരോന്ന്. അല്ലടാ എന്നാ വേറെ ഇപ്പോഴത്തെ ഫഹദ് ഫാസിലിന്റെ ഒരു സാധനം ഉണ്ട്. എന്റെ പൊന്നളിയാ, നീ ഇപ്പോഴത്തെയും പണ്ടത്തെ ഒന്നും കാണിക്കാണ്ട് ഒരു 10 മിനിറ്റ് മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? അല്ലടാ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു ആംബിയൻസ്. നീ ഇവിടുത്തെ ആംബിയൻസ് അല്ല, നീ ഭൂമിയില്, നീ വേറെ വല്ല ഗ്രഹത്തിൽ പോ കേട്ടോ. പോ, നിനക്ക് ഇവിടെ പറ്റുന്ന സ്ഥലമൊന്നും അല്ല. ആംബിയൻസ് കറക്റ്റ് ആണെങ്കിൽ ഞാൻ ഇതിനേക്കാളും നന്നായിട്ട്. അതെ ഇപ്പോഴത്തെ ഒരു കറക്റ്റായിട്ട്. ജീവമോനെ, ജീവ അതാ ഞാനല്ല. എനിക്കറിയാം, നീ പറയണ്ട മോനെ. ആ അഭിനയം എന്ന് പറയാ വയറ്റിളക്കോ? ഗ്യാസാണ്. നീ എന്നെ ഒന്ന് പറയാൻ വിടുവോ? പറഞ്ഞു. അവന്റെ ഇടയിൽ കയറി വിളിക്കുക. മോനെ ജീവ, അഭിനയം എന്ന് പറയാ ഉള്ളിന്ന് വരണം. ഉള്ളി ഉള്ളിയല്ല, ഉള്ളിന്ന് വരണം. വെളുത്തുള്ളി. നിന്റെ പറഞ്ഞു ആസ്ഥാനത്ത് നോക്കി കൗണ്ടർ അടിക്കരുത്. നീ ഇവനെ എന്ന് ഒഴിവാക്കും, നീ അന്ന് നന്നാവും. അതെ, അടുപ്പത്ത് ഇരിക്കണ്ട, അടുപ്പത്തെന്തെങ്കിലും ഇരിക്കണ്ട, പുട്ടിരിക്കണ്ട അടുപ്പത്ത്. പുട്ട എന്തോന്നു? പുട്ടായ എന്റെ ഫേവറേറ്റ് ആണ്. ഞാൻ അവിടുത്തെ ക്ലാരൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് പുട്ട് മതിയെന്ന്. കഴിഞ്ഞ ദിവസം ഇടിയപ്പ ഫേവറേറ്റ് എന്ന് പറഞ്ഞു. അതും എന്റെ ഫേവറേറ്റ്. ദോശയോ? അതെന്റെ ഫേവറേറ്റ് തന്നെയാ. ഫേവറേറ്റ് അല്ലാത്ത എന്തുവാ? നീയൊക്കെ രണ്ട് തന്നെയാടാ. ഇവനൊന്നും ഈ ജന്മം നന്നാക്കാൻ പറ്റത്തില്ല. എന്ന് പുട്ട് നോക്ക്. ഒരു ഉപദേശം തരാം, ഇയാളെ കണ്ട് അഭിനയം പഠിക്കരുത്. എന്തൊക്കെയോ കാണിച്ചിട്ട് ഇതാണ് അഭിനയം, ഇങ്ങനെയാണ് അഭിനയിക്കുന്നത്. പുറത്താക്കണ സമയം. ചേട്ടാ പുള്ളിയില് ഒരു ക്യാരക്ടർ ഉണ്ട്. എന്ത് ക്യാരക്ടർ? അല്ല ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു പ്രത്യേക ക്യാരക്ടർ കണ്ടുപിടിച്ചോ? അല്ലടാ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എടാ ഞാൻ മറ്റേ ഫഹദ് ഫാസിലിന്റെ ഇത് ഇപ്പോഴത്തെ അച്ചടിയെന്നുണ്ടല്ലോ ഫഹദ് ഫാസിലെ പേര് പറഞ്ഞാലോ. എഴുതല്ലേ പോടാ. അല്ലടാ ആംബിയൻസ്. ഈ ഊള കോമഡി അൺസഹിക്കബിൾ. ഊളയാണെങ്കിൽ കോമഡി അല്ലേ, അല്ലാണ്ട് ഇതുപോലെ നെഗല്ലല്ലോ. ആ ഈ കോമഡി പറയുന്നതേ ഈ ഊളയാണെന്ന് മാത്രം. അതിനകത്തൊന്നും ഇല്ലല്ലോ. ആ പറഞ്ഞാണക്ക് ഇതിനകത്തൊന്നും ഇല്ല. ഷോ, ഈ മാസത്തെ വാടക മേടിച്ചിട്ടില്ല. ചുമ്മാ അല്ലേ ഇതിനകത്തൊന്നും ഇല്ലാത്തത്. വാടക ഇതുവരെ മേടിച്ചിട്ടില്ലേ? ആ ഞാനങ്ങ് മറന്നുപോയി. എന്റെ ആന്റി ഇത്ര ഇറസ്പോൺസിബിൾ ആയിട്ട് പെരുമാറാൻ പാടില്ല കേട്ടോ. ആന്റി ഒന്നുമില്ലെങ്കിൽ പോത്ത് പോലെ വളർന്നില്ലേ? കല്യാണം കഴിച്ചു വിടാറായില്ലേ ആന്റീനെ? ഒരു ബുദ്ധിയും ബോധത്തും വേണ്ടേ? പോത്ത് പോലെന്ന് എടി, ഞാനൊരു പെണ്ണാ. മിനിമം ഈ പോത്തൊന്നുള്ളത് എരുമേന്നാക്കി പറയാനുള്ള സാമാന്യ ബോധമെങ്കിലും നിനക്കുണ്ടാകണം. അയ്യടാ, എന്നെ ഈ പോത്തും എരുമേന്റെ വ്യത്യാസം പഠിക്കുന്ന സമയത്ത് അവന്മാരോട് പോയി റെന്റ് മേടിക്കാനുള്ള ഗട്സ് കാണിക്കും, ഗട്സ്. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ ചോദിക്ക്. ഈ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ആരാ? ക്ലാര. അപ്പൊ അതിന്റെ വാടക മേടിക്കേണ്ടത് ആരാ? ക്ലാര. ഈ ക്ലാര ആരാ? ആരാ? Thank you.